ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫാസ്റ്റ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അറേബ്യൻ ഡിഷായ കുനാഫയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കുനാഫയ്ക്കുള്ള ഡോയും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിലേ നിങ്ങൾക്ക് ഇത് മുഴുവനായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാനും പറ്റും. ഈ അറേബ്യൻ ഡിഷായ കുനാഫ വലിയവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പം ഞാൻ കാണിക്കുന്ന ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നൊരു കാര്യം, ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 250 ml കപ്പിൽ 1 കപ്പ് മൈദ മാവ്. അതുപോലെ തന്നെ 1/2 കപ്പ് കോൺഫ്ലവർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക, കോക്കനട്ട് ഓയിൽ ഒഴിക്കാൻ പാടില്ല. 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മൈദ അളന്ന അതേ കപ്പിൽ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരുവം ഈ ഒരു പരുവത്തിലായിരിക്കണം. നമുക്ക് ഇതിനേക്കാളും ലൂസാവാനും പാടില്ല, കൂടുതൽ കട്ടിയാവാനും പാടില്ല. അപ്പം നിങ്ങൾ ചേർക്കുന്ന വെള്ളം കുറഞ്ഞെന്നായെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇതുപോലെ ഒരു ഐസിങ് ബാഗ് എടുക്കാം. ഐസിങ് ബാഗ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഐസിങ് ബാഗ് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുണ്ട്, കാരണം ലൂസായി പോകാനും പാടില്ല, കൂടുതൽ കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിലായിരിക്കണം. അപ്പം നമ്മൾക്ക് മുഴുവനും ഈ ഐസിങ് ബാഗിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ മുഴുവൻ ബാറ്ററും ഇതുപോലെ ഐസിങ് ബാഗിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ ബാക്ക് സൈഡ് ഒരു റിബൺ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐസിങ് ബാഗിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ചൂടായ പാനിലോട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ആക്കി വെക്കുക. ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഇത് ചുറ്റിച്ചതിന് ശേഷം 2 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഇത് റെഡിയായിട്ട് കിട്ടും. അപ്പം ഞാൻ വെച്ചതിനേക്കാളും കുറച്ച് വലിപ്പമുള്ള പാനാണെങ്കിൽ നമുക്കിത് മുഴുവനും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ എടുക്കേണ്ടി വരുന്നുണ്ട്. വലിപ്പമുള്ള പാനാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് മുഴുവൻ ഡോയും ഇതുപോലെ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാന് തന്നെയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് വിട്ടെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പം നമ്മുടെ കുനാഫയുടെ ഡോ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല നൂല് പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്ത അതേ മെഷർമെൻറ്റിൽ തന്നെ നിങ്ങളും ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ അളവ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലായിട്ട് കിട്ടില്ല. ഇനി നമുക്ക് കുനാഫ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയ കുനാഫയുടെ ഡോ ആണ്. അപ്പം നമുക്ക് ഇതൊന്ന് കൈവച്ച് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കൈവച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കത്രിക വെച്ചോ കത്തി വെച്ചോ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി.
അപ്പം നമ്മൾ കുനാഫയുടെ ഡോ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ചെയ്ത് വെക്കുക. ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോ എടുത്തതിന് ശേഷം ബാക്കി വന്ന ഡോ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അതല്ലെങ്കിൽ സിപ്പ് ലോക്ക് ബാഗിലോ പാക്ക് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഏകദേശം ഒരു മാസം വരെ നമ്മുടെ ഈ കുനാഫയുടെ ഡോക്ക് ഒരു കേടുപാടും സംഭവിക്കില്ല. നമുക്ക് വീണ്ടും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് ഏകദേശം അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പേ അത് പുറത്തെടുത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഡോ ഇതുപോലൊരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2.5 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർക്കുന്നുണ്ട്. അതായത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ഒന്ന് ചെറുതായിട്ട് മെൽറ്റാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈവച്ച് മെല്ലെ മെല്ലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ കൈവച്ച് അങ്ങ് കുത്തി അമർത്തി കുഴച്ചെടുക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് കൈവച്ച് കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു ടിന്നെടുക്കാം. അപ്പം ഞാനിത് ഓവനിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കേക്കിനൊക്കെ പുരട്ടുന്നത് പോലെ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്താൽ പോരാ, കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ഡോ ഇത് 2 ഭാഗമായിട്ട് തിരിക്കാം. അതായത് 2 പകുതിയാക്കി മാറ്റാം. ഇതുപോലെ പകുതിയാക്കി മാറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബട്ടർ പുരട്ടി വെച്ച ഈ ടിന്നിലേക്ക് നമ്മുടെ ഒരു പകുതി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ആ പകുതി മുഴുവനായിട്ട് ഇതിലേക്ക് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു ഓൾ എന്ന ഓപ്ഷൻ കൂടി വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ആ പകുതി ഉണ്ടായിരുന്ന ഡോ മുഴുവനും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഉൾഭാഗത്തും സൈഡ് ഭാഗത്തും ഒക്കെ ഇതുപോലെ കൈ വെച്ച് ഒന്ന് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണ് കോൺഫ്ലോർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂണ് മൈദ മാവും കൂടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണ് മൈദ മാവ്, 2 ടീസ്പൂണ് കോൺഫ്ലോർ പൗഡർ. അതേപോലെ 1/2 കപ്പ് പാലും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് കട്ടയൊന്നും ഇല്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട ഉണ്ടാവാൻ പാടില്ല. കട്ടയില്ലാതെ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരം നമ്മൾ ഷുഗർ സിറപ്പ് ഇതിൽ ലാസ്റ്റ് ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് 3 ടേബിൾ സ്പൂണേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂണോളം മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ മിൽക്ക് പൗഡറിന് പകരമായിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും മിൽക്ക് പൗഡറും നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നല്ലപോലെ തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മിൽക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാലിൻ്റെ കൂട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കോൺഫ്ലവറും മൈദമാവിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടകെട്ടി പോകും. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് ഏകദേശം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കാം. നല്ല തിക്കാവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ക്രീം നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കട്ടിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ക്രീം. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ക്രീം. നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ക്രീം ചീസാണ്. 2 ടേബിൾ സ്പൂണോളം അമൂലിൻ്റെ ക്രീം ചീസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം ക്രീം ചീസ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ക്രീം ചീസ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് ഏകദേശം 1 മിനിറ്റ് വരെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ടിന്നാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവൻ ക്രീമും ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. മുഴുവനും ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ മുഴുവൻ ക്രീമും ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലായിടത്തും എത്തുന്ന പോലെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബാക്കി പകുതി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്രീം പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി കൂടിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പം ഞാൻ മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രീം പുറത്ത് കാണാത്ത രീതിയിൽ തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ വെച്ച് പ്രസ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ഉള്ളിൽ ഫില്ല് ചെയ്തിരുന്ന ക്രീം ഒട്ടും കാണാനില്ല. നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഓവന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രീ ഹീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ 170 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. 25 മിനിറ്റ് വെക്കുന്നുണ്ട്. 170 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ആ ഒരു ടൈം മതിയാവും ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിനുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പിന് 1.5 കപ്പ് എന്ന അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ പഞ്ചസാര നല്ലപോലെ എല്ലാം മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 മുറി ചെറുനാരങ്ങയുടെ നീര് മതിയാവും. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുന്നുണ്ട്. നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല പോലെ തിളച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ട് എന്നുള്ളവർക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഉള്ളവർ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ കുനാഫ നല്ല രീതിയിൽ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കൂടി നിങ്ങൾക്ക് ബ്രൗൺ നിറമായി കിട്ടണമെന്നുണ്ടെങ്കിൽ, ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് തിരിച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഓവനിലിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് നല്ല ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിത് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല പോലെ തണുത്തതിന് ശേഷവും കഴിക്കാം. പക്ഷേ എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് നല്ല ചൂടോടെ തന്നെ കഴിക്കാനാണ്. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബദാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അതൊന്ന് ഇതുപോലെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ നമ്മുടെ കുനാഫ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.